ഹലോ ഗായ്സ്, അപ്പോൾ ഇവിടെ ഒരു 8 ചാള എങ്ങനെ ശാസ്ത്രീയമായിട്ട് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാള പൊരിക്കാനായിട്ട് ഒരു 8 ചാള ഒരു വെള്ള പ്ലേറ്റിലേക്ക് എടുത്തു. ഇനി ഇതിനൊരു ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡിസൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശാസ്ത്രീയപരമായിട്ട് ഉപ്പില്ലാതെ ഒരു ഭക്ഷണ സാധനങ്ങളും പാകം ചെയ്യാൻ പാടില്ലെന്നാണ് പറയാറുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത്രയും മതിയാകും. അപ്പോൾ ആദ്യമേ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഈ ചാള പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ എൻ്റെ എരിവിനനുസരിച്ചുള്ള കുറച്ച് മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടു. ആദ്യമേ കുറച്ചിട്ടു. പിന്നെ ഇതിലേക്ക് കുരുമുളക് ഇടുന്നത് ടേസ്റ്റിനായിട്ടാണെന്നാണ് ശാസ്ത്രീയപരമായിട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒഴിച്ചുകൂടാനാകാത്ത കുറച്ച് ഉപ്പ്. ഈ ഉപ്പ് നമുക്കിതിലേക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ മസാലകളെല്ലാം നമുക്ക് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൈകൊണ്ട് ഇപ്പോൾ മസാജ് ചെയ്യാൻ താല്പര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗ്ഗം അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കൈ കൊണ്ടാണ് കുഴച്ചെടുക്കുന്നത്. അതിനുശേഷം കുഴച്ചെടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ചാള നമുക്ക് പൊരിക്കുന്നതിനായിട്ട് നമ്മൾ അടുപ്പിലേക്കൊരു പാൻ വെച്ചപ്പോഴാണ് തീ കത്തിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ പാൻ മാറ്റിയതിന് ശേഷം തീ കത്തിച്ചതിന് ശേഷം പാൻ നമുക്കിതിൻ്റെ മുകളിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ തീയുടെ മുകളിൽ കൂടി പാൻ എടുക്കാൻ നോക്കിയാൽ നമ്മുടെ കൈ പൊള്ളും. അതിനതുകൊണ്ട് പിന്നെ ഞാൻ സൈഡിൽ കൂടെയാണ് പാൻ എടുത്ത് വെച്ചു. ഇനി ഈ പാൻ ചൂടാകാം. പാൻ നമ്മൾ തീയിൽ വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വായി നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പാനിൽ നിന്ന് ഇതുപോലെ പുക വരും. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം വായി നോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ, നിങ്ങൾ വെളിച്ചെണ്ണയോ മറ്റേ വെജിറ്റബിൾ ഓയിലോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. പൊട്ടിത്തെറിക്കുകയാണ്, കയ്യിൽ വീഴുകയും അത് പൊള്ളാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. അതിന് ശേഷം ഈ എണ്ണ ചൂടായി എന്നതിനുള്ള തെളിവാണ് ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചാള പൊരിക്കാനായിട്ട് ചാള ഇടണം, എങ്കിലേ ചാള പൊരിഞ്ഞു വരുവുള്ളൂ. ഈ ചാള ആദ്യമേ നേരെയും സൈഡിലും തിരിച്ചും വട്ടത്തിലുമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യമേ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഏകദേശം കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല നെയ്ച്ചാളയാണെന്നുണ്ടെങ്കിൽ ചാളയിൽ നിന്ന് നെയ്യ് പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നെയ്യില്ലാത്ത ചാളയാണെങ്കിൽ നെയ്യ് വരുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എന്തായാലും ഇവിടെ ചാള പൊരിക്കുന്നത്. അപ്പോൾ ചാള കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ നെയ്യ് വരുന്നത്. അപ്പോൾ ഇതിൽ നെയ്യുള്ള ചാളയാണ്. അപ്പോൾ ഇത് നെയ്ച്ചാളയെന്ന് പറയുമായിരിക്കും. അതിനുശേഷം ശാസ്ത്രപരമായിട്ട് ഒരു സൈഡ് മീൻ വെന്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചിടണമെന്നാണ്. അപ്പോൾ ഞാനിത് ഇവിടെ തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം മറു സൈഡും അത് ശരിയായി വരുമ്പോഴേക്കും പിന്നെ ഇത് നമുക്കൊരു പാത്രത്തിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ ഈ ചാള വെന്ത് വരുന്ന ടൈമിൽ നമുക്കിവിടെ ഒരു പാത്രം സെറ്റാക്കാം. ഈ മീനിലെ എണ്ണ പാത്രത്തിലേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിഷ്യൂ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ടിഷ്യൂ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പൊരിച്ച മീൻ കഴിക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ ഇട്ട് കൊടുത്തു. അതിന് ശേഷം മുരിഞ്ഞ് വന്ന ചാള ഇതിലേക്ക് മാറ്റുക. അതിപ്പോൾ ഒരു കയ്യിൽ ഫോണ് ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്ലോ മോഷനിൽ ചാള പാത്രത്തിലേക്ക് വീഴുന്നത്. നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാതെയാണ് നിങ്ങൾ ചാള പൊരിക്കുന്നതെങ്കിൽ വേഗം തന്നെ പാത്രത്തിലോട്ട് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഒരു ചാള പൊരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം.
ട്രൈ ചെയ്തതിന് ശേഷം ഇതെങ്ങനെയുണ്ടെന്ന് പറയുക. ഞാൻ ഈ ചാള പൊരിച്ചത് കഴിച്ചായിരുന്നു. ഭയങ്കര വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഓക്കെയാണ്. ഇപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയോ അതുപോലെ കഞ്ഞിയുടെ കൂടെയൊക്കെ ഈ ചാള പൊരിച്ചത് നിങ്ങൾക്ക് കൂട്ടാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടെ വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിയതിന് ശേഷം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.